മമ്മൂട്ടി സംഘിയാണോ? ഇന്ന് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ മമ്മൂട്ടി വന്ന് അന്നദാന വഴിപാടിൽ മമ്മൂട്ടി അന്നദാന വഴിപാടിനെ വിളമ്പി കൊടുത്തതിന് ശേഷം ആ കമൻസിൽ, എൻ്റെ വീഡിയോയുടെയൊക്കെ താഴെയുള്ള കമൻസിൽ മൊത്തവും മമ്മൂട്ടി സംഘിയാകുന്നു, സംഘിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ മലയാളികളുടെ ഒരു തരംതാണ രീതി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ ഇതാണ്. പണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയത്തുള്ളൂ, ഈ മതവും രാഷ്ട്രീയം കലർത്തി പറയത്തില്ല. ഇതിനകത്ത് മമ്മൂട്ടി സംഖ്യയാണ്, മമ്മൂട്ടി പത്മഭൂഷൺ കിട്ടി, ഇനി പത്മവിഭൂഷൺ കിട്ടാനുള്ള നമ്പറാണ് ഇത്, അദ്ദേഹത്തിൻ്റെ കൃത്യമായ നമ്പറാണ്, ഇനിയുള്ള അവാർഡുകളെല്ലാം മേടിച്ചെടുക്കാനുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി സംഖ്യയാണോ? മമ്മൂട്ടി യഥാർത്ഥത്തിൽ ആരാണ്? നമ്മളത് ആലോചിച്ച് നോക്കിയേ. മമ്മൂട്ടിയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ നോക്കിയാൽ മമ്മൂട്ടി വ്യക്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. ഒരാളെ സൂചിപ്പിച്ച് സംസാരിക്കുകയും അവാർഡ് മേടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മമ്മൂട്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് സൂചിപ്പിച്ച് സംസാരിക്കുകയും ഒരാളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്താൽ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം എല്ലാവരുടെയും ഉണ്ട്. ഒരു പാർട്ടിയിൽ മമ്മൂട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടി എല്ലാ പാർട്ടികളുടെയും നല്ലതിനും മമ്മൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അതിന് ഇന്നതൊന്നുമില്ല. പക്ഷേ സൂചിപ്പിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഭാരതരത്നവും എത്ര ഒരു 10-15 ദേശീയ അവാർഡും ഇതുപോലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമൊക്കെ മമ്മൂട്ടിക്ക് ഈസിയായിട്ട് കിട്ടിയേനെ. പക്ഷേ അങ്ങനെ ഒരാളല്ല മമ്മൂട്ടി. മമ്മൂട്ടി ഒരു മതത്തിൽ ജനിച്ചു. എല്ലാവരും ഒരു മതത്തിൽ ജനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മതത്തിലുള്ളവർ, ഇപ്പോൾ സിനിമാ ഫീൽഡിൽ തന്നെ ഇപ്പോൾ നമ്മൾ എത്രയോ പുത്തൻ സംവിധായകരെ, എത്രയോ നടന്മാരെ എല്ലാം ആ മതത്തിലുള്ളവരെയാണ് കൊണ്ടുവരുന്നത്. അല്ല, എത്രയോ പേര് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അതൊന്നും മതമല്ല, കഴിവുള്ളവരെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന മമ്മൂട്ടിയാണ്. ഇവിടെ മതം എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഒട്ടും ഇതാക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നല്ല മനുഷ്യനാകുക. നല്ല മനുഷ്യനാണുള്ള പ്രവൃത്തികൾ അദ്ദേഹം ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ എറണാകുളത്തപ്പൻ്റെ ഇത് പറഞ്ഞപ്പോഴും എല്ലാവരും പറയുന്നതാണ്, ഇത്രയും പെട്ടെന്ന് മമ്മൂട്ടി മാറിയല്ലോ. അല്ല, 2013 എനിക്ക് ഓർമ്മയുള്ളത് കരിക്കകം തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ മമ്മൂട്ടി അവാർഡ് മേടിക്കാൻ വരികയും അവിടെ തൊഴുകയും ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ അമ്പലങ്ങളെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മൂട്ടി 2014 മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയാണ് സംസാരിച്ചതെന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ അതിനെക്കാട്ടി വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ കൊടികിട്ടിയ RSSന്റെ നേതാവെന്ന് പറയുന്ന LK അദ്വാനിയുടെ ഓട്ടോബയോഗ്രഫി മമ്മൂട്ടിയാണ് പ്രകാശനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ഇച്ചിരി ഒന്ന് സൂചിപ്പിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മമ്മൂട്ടിക്ക് അടുത്ത വട്ടം ദാദാസാഹിബ് പുരസ്കാരം കിട്ടുമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ ഇതൊന്നും മമ്മൂട്ടി പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അന്നേരം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. മമ്മൂട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടി കല്യാണത്തിനും സിനിമാ താരങ്ങളുടെ കല്യാണത്തിനും മരണത്തിനും വിയോഗത്തിനൊക്കെ പങ്കെടുക്കുമ്പം ഒരു 90% ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കാൻ ഓടിപ്പോകുന്ന മമ്മൂട്ടിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും വൈകാഴിക ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം പങ്കെടുക്കാത്തത്. അതിന് ലൈറ്റ് ബോയ് മുതൽ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ എല്ലാവരുടെയും പങ്കെടുക്കും. ബാക്കിയുള്ളവരുടെ സമയം പോലെ ഇദ്ദേഹത്തിനും 24 മണിക്കൂറേ ഉള്ള ദിവസം, അല്ല ഇദ്ദേഹത്തിന് പ്രത്യേക സമയമൊന്നുമില്ല. അന്നേരം അവിടെയും മമ്മൂട്ടി ഇന്ദ്രൻസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നാടെ ആയിക്കോട്ടെ, മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ, ഇന്നൊന്നില്ല. അദ്ദേഹം വിളിക്കുന്നതിന് 99% അദ്ദേഹം പങ്കെടുക്കും. ഇതൊരു മനുഷ്യനെ, നമ്മൾക്കൊരു ക്വാളിറ്റി ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപിടിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് ഇവിടെ അലമ്പുണ്ടാക്കുമല്ലേയുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന നല്ലതായിട്ട് കിട്ടുന്ന ക്വാളിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം മനുഷ്യൻ എന്നുള്ളതാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ജാതിയോ മതത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ ഒക്കെ അതീതമായിട്ട് മമ്മൂട്ടി നല്ല ഒന്നാം തരം പച്ചയായ മനുഷ്യൻ മാത്രമാണ്. ഇത്രയും അധികം എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള, ഇനി അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഈ മമ്മൂട്ടിയുടെ സോപ്പിടാത്ത, മമ്മൂട്ടിയുടെ ആ ഗൗരവവും ഇച്ചിരി ജാടയൊക്കെ കാണിക്കുന്ന മമ്മൂട്ടിയെ തന്നെയാണ് കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടം. അന്നേരം ഓരോന്നും മമ്മൂട്ടി ചെയ്യുമ്പോൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പം അതിനെ നെഗറ്റീവായിട്ട് എടുക്കാതെ ആര് ചെയ്താലും അത് പോസിറ്റീവായിട്ട് എടുക്കുക. മമ്മൂട്ടി അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം, പള്ളിയിൽ പോകുന്നെങ്കിൽ അത് നല്ല കാര്യം, മമ്മൂട്ടിയുടെ പോസിറ്റീവായിട്ട് എടുക്കുക. ഒരു പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏത് പൊതുപരിപാടിക്ക് പങ്കെടുക്കുമ്പോഴോ, ഒരു മരണത്തിനോ വിവാഹത്തിനോ പങ്കെടുക്കുമ്പോൾ മമ്മൂട്ടി ഈ പറഞ്ഞ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാതാണ് പങ്കെടുക്കുന്നത്. അന്നും പുള്ളി ഇങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, ഇനി അങ്ങോട്ടും മമ്മൂട്ടി ഇങ്ങനെ തന്നെയാണ്. ഈ മമ്മൂട്ടിയാണ് നമുക്കെല്ലാം ഇഷ്ടം.